ഈ വീഡിയോയിൽ വളരെ നിർണായകമായിട്ടുള്ള കുറേ ഡെവലപ്മെൻറ്റ്സ് ആണ്. ഇന്ന് ഇന്ത്യയുടെ 77ാമത് റിപ്പബ്ലിക് ഡേ സെലിബ്രേഷൻ ആയിരുന്നു. അപ്പോൾ അതിന് ചീഫ് ഗസ്റ്റായിട്ട് നമ്മൾ ക്ഷണിച്ചിരുന്നത് യൂറോപ്യൻ യൂണിയൻ്റെ കമ്മീഷണർ ഉർസുല വാണ്ടർലൈൻ ആണ്. അപ്പോൾ അതേപോലെ യൂറോപ്യൻ യൂണിയൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ആൻ്റോണിയോ കോസ്റ്റയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും സെലിബ്രേഷൻ എല്ലാം തകൃതിയായിട്ട് നടന്നു കഴിഞ്ഞിട്ടുണ്ട് സക്സസ്ഫുള്ളി. ഇനിയിപ്പോൾ നമ്മൾ മറ്റുള്ള വാർത്തകളുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വിറ്റ്സർലാൻഡിൽ നിന്നും ഒരു അനാലിസിസ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഈ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് വേറെ ഒന്നുമല്ല, ഓപ്പറേഷൻ സിന്ദൂർ എങ്ങനെയാണ് നടന്നത്, അതിൽ ആർക്കാണ് ഡോമിനേഷൻ, എങ്ങനെയാണ് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചത്, അതിൽ ആരാണ് ഇടപെട്ടത് എന്നതിനെക്കുറിച്ച് വ്യക്തമാക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് ഇന്ത്യക്ക് ഫേവറബിൾ ആയിട്ടുള്ള റിപ്പോർട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഇവർ ഒരുപാട് അനാലിസിസ് നടത്തിയിട്ടാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ എന്തൊക്കെയാണ് നടന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള വിലയിരുത്തൽ നടത്തിക്കൊണ്ട് ഇന്ത്യയുടെ പൊസിഷൻ ഉറപ്പിച്ച് നിന്നിരുന്ന സാഹചര്യത്തിൽ എയർ സുപ്പീരിയോറിറ്റി ഡോമിനേഷൻ കൈവശം വെച്ചിരുന്ന ഇന്ത്യ സ്വമേധയാ യുദ്ധം അവസാനിപ്പിക്കുകയായിരുന്നു. അതായത് ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു തുടർച്ചയായിട്ടുള്ള ഒരു യുദ്ധം വേണ്ട എന്ന് കരുതിക്കൊണ്ട് ഡോമിനേറ്റഡ് പൊസിഷനിൽ നിന്നിരുന്ന, അതായത് ഡോമിനേറ്റ് ചെയ്തിരുന്ന ഇന്ത്യ സുപ്പീരിയർ പൊസിഷനിൽ നിന്നുകൊണ്ട് തന്നെയാണ് യുദ്ധം അവസാനിപ്പിച്ചതായിട്ട് ഈ റിപ്പോർട്ട് പറയുന്നുണ്ട്. ഇനി ട്രംപ് ഇടപെട്ടു, ട്രംപിൻ്റെ അമ്മായപ്പൻ ഇടപെട്ടു, ഇല്ലെങ്കിൽ പാകിസ്ഥാനും അമേരിക്കയും കൂടി ഇടപെട്ടു, ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഇതിനകത്ത് പറയുന്നില്ല. ഇതിനകത്ത് പറയുന്നത് പാകിസ്ഥാൻ ബെഗ് ചെയ്ത്, പാകിസ്ഥാൻ ഇന്ത്യയുടെ കാല് പിടിച്ച് ഇന്ത്യക്ക് പൂർണ്ണമായിട്ടും എയർ സുപ്പീരിയോറിറ്റി ഉണ്ട് എന്നുള്ളത് വിലയിരുത്തിക്കൊണ്ട് പാകിസ്ഥാന് ചെറുത്ത് നിൽക്കാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവിൽ പാകിസ്ഥാൻ ഇന്ത്യ എടുത്ത് കരഞ്ഞ് കാല് പിടിച്ചിട്ടാണ് ഇന്ത്യ യുദ്ധം അവസാനിപ്പിച്ച് കൊടുത്തത് എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. ഇനി അടുത്ത് GE കമ്പനി അമേരിക്കയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. കഴിഞ്ഞ മാസം HALൻ്റെ ചെയർമാൻ GE കമ്പനി വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. HAL തേജാസ് ഫൈറ്റർ ജെറ്റിനെ ഒന്ന് സൈഡ് ലൈനിലാക്കിയിട്ട് മറ്റു പല പ്രോജക്റ്റുകളിലേക്ക് മുന്നോട്ട് പോകാൻ ഒരു തീരുമാനമെടുത്തിരുന്ന സാഹചര്യത്തിൽ HAL കമ്പനിയുടെ ചെയർമാനെ അമേരിക്കയിലേക്ക് ക്ഷണിച്ചു വരുത്തിയിട്ട് ഒരു ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫാക്ടറി വിസിറ്റ് ആയിരുന്നു. അതിനെ തുടർന്ന് ഇപ്പോൾ ഇതാ GE കമ്പനി പ്രഖ്യാപിച്ചിരിക്കുകയാണ് 2026 ടോട്ടൽ ഞങ്ങൾ 20 എഞ്ചിൻ ഞങ്ങൾ തരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ തരും എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾ തന്നാൽ മതി, അത് കഴിഞ്ഞിട്ട് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം. കാരണം പലപ്പോഴായിട്ട് ഇതേപോലത്തെ പ്രോമിസൊക്കെ GE കമ്പനി തന്നിട്ടുണ്ട്, പക്ഷേ വാഗ്ദാനങ്ങൾ ഒരിക്കലും ഫുൾഫിൽ ചെയ്തിട്ടില്ല GE കമ്പനി. അപ്പോൾ അതുകൊണ്ട് 2026 ടോട്ടലായിട്ടുള്ള ഒരു 1 ഇയർ നമുക്ക് ഒബ്സർവ് ചെയ്യാം. അവർ പറയുന്നത് പോലെ 20 എഞ്ചിൻ നമുക്ക് സപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് കാര്യങ്ങൾ വിലയിരുത്താം. അല്ലാതെ ജസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ മാത്രം ഒതുങ്ങിയിട്ട് കാര്യമില്ല. കാരണം സ്റ്റേറ്റ്മെൻറ്റ് ഒരു വർഷത്തിൻ്റെ തുടക്കത്തിൽ ആർക്ക് വേണമെങ്കിലും കൊടുക്കാമല്ലോ. അപ്പോൾ GE കമ്പനിക്കും പറയാം, ആർക്ക് വേണമെങ്കിലും പറയാം. ഒരു നോർമലായിട്ടുള്ള ഒരു പ്രഖ്യാപനം, ഇന്ത്യയുമായിട്ടുള്ള ഈ ഒരു ബിസിനസ് ഡീൽ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് GE കമ്പനി നടത്തുന്ന ഒരു ടാക്ടിക്സ് ആവാം. കാരണം അവർ ഓൾറെഡി തന്നെ നമ്മളുടെ എഗ്രിമെൻറ്റ് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ വയലേറ്റ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് കോൺട്രാക്റ്റിൽ ഇതിന് പെനാൽറ്റി ചാർജസ് ഒക്കെ പറയുന്നുണ്ട്. അതായത് GE കമ്പനി എന്തൊക്കെയാണ് ഈ കോൺട്രാക്റ്റ് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പാലിക്കേണ്ട അല്ലെങ്കിൽ അവർ പേ ചെയ്യേണ്ട പെനാൽറ്റി എന്നുള്ളത്, അതൊക്കെ ഇതിനകത്ത് വിശദമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു നെഗോസിയേഷൻ അല്ലെങ്കിൽ ഒരു സേഫ് സൈഡ് പ്ലേ നടത്തുക എന്നുള്ള ആ ഒരു ടാക്ടിക്സ് ആണ് GE കമ്പനി പ്രകടിപ്പിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ടാറ്റയും അതേപോലെ ലോക്ഹിഡ് മാർട്ടിനും കൂടി ചേർന്നിട്ട് MRO ഫെസിലിറ്റി ഇന്ത്യയിൽ സ്ഥാപിക്കുന്നുണ്ട്. ആങ്കർ C-130 ഈ ഒരു എയർക്രാഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട MRO ഫെസിലിറ്റിയാണ് ടാറ്റയും ലോക്ഹിഡ് മാർട്ടിനും കൂടി ചേർന്നിട്ട് ഇന്ത്യക്കുള്ളിൽ സ്ഥാപിക്കുന്നത്. C-130J സൂപ്പർ ഹെർക്കുലസ് എയർക്രാഫ്റ്റിൻ്റെ ഡെഡിക്കേറ്റീവ് MRO ഫെസിലിറ്റി ആണ് ഉദ്ദേശിക്കുന്നത്. ശരിക്കും ഈ MRO ഫെസിലിറ്റി ബാംഗ്ലൂരിലാണ് ഓപ്പൺ ചെയ്യുന്നത്. ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസും ലോക്ഹിഡ് മാർട്ടിനും കൂടി ചേർന്നിട്ടാണ് ജോയിൻറ്റ് വെഞ്ചറായിട്ടാണ് ഈ ഫെസിലിറ്റി നിർമ്മിക്കുന്നത്. ഇന്ത്യ ശരിക്കും നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിൽ വലിയ രീതിയിലുള്ള മിലിറ്ററി എക്സ്പാൻഷനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മിലിറ്ററി എക്സ്പാൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും യുദ്ധസന്നാഹം എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. അവിടെ ഫെസിലിറ്റി നമ്മൾ വർദ്ധിപ്പിക്കുകയാണ്. അസ്സാമിൽ വലിയ രീതിയിൽ ഒരു ലാൻഡിങ് നമ്മൾ നടത്തിയിട്ടുണ്ട്. ലാൻഡിങ് എന്ന് പറഞ്ഞാൽ നാഷണൽ ഹൈവേ 127 ഈ റോഡിൽ നമ്മൾ എയർക്രാഫ്റ്റ് കൃത്യമായി ലാൻഡ് ചെയ്തിട്ടുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ എമർജൻസി സിറ്റുവേഷനിൽ ഇന്ത്യൻ എയർഫോഴ്സിന് വളരെ വ്യക്തമായിട്ട് അവിടെ ലാൻഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഈ ഒരു ലാൻഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ പ്രൂവ് ചെയ്യുകയാണ് പല റോഡുകളും നമുക്ക് എളുപ്പത്തിൽ മിലിറ്ററി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും അതേപോലെ ആർമി ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എയർഫോഴ്സിനെ അവിടെ ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണിത്. മൊറോൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് അസ്സാമിലാണ് ഈ റോഡ് സ്ഥിതി ചെയ്യുന്നത്. ആ ഭാഗത്താണ് കൃത്യമായിട്ട് ഈ മിലിറ്ററി ഡിപ്ലോയ്മെൻറ്റിന് ഉതകുന്ന തരത്തിൽ ഈ റോഡ് ഇന്ത്യൻ എയർഫോഴ്സ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത് തെളിയിച്ചിരിക്കുന്നത്. TUTR ഹൈപ്പർ ലൂപ്പ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. ഈ കമ്പനി പുതിയതായിട്ടൊരു ടെക്നോളജി ഇന്ത്യക്കുള്ളിൽ ഒരു പോർട്ടിൽ, കണ്ട്ല പോർട്ടിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുകയാണ്.
അതായത് ഹൈപ്പർ ലൂപ്പ് ആ ഒരു ടെക്നോളജി വെച്ചിട്ട് കണ്ടെയ്നർ മൂവ്മെൻറ്റ്, LIM ലീനിയർ ഇൻഡക്ഷൻ മോട്ടോർ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ആ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ മെഷീൻ സ്ഥാപിച്ചിരിക്കുന്നത്. ശരിക്കും ഇത് കണ്ടെയ്നർ വളരെ സ്മൂത്ത് ആയിട്ട് മെഷീൻ തന്നെ ഓപ്പറേറ്റ് ചെയ്യും. വളരെ എളുപ്പത്തിൽ തന്നെ കൃത്യമായിട്ട് മൂവിങ് പോസിബിൾ ആക്കും കണ്ടെയ്നേഴ്സിന്. അപ്പോൾ ഇത് കാർഗോ മൊബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ മെഷീൻ ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഈ LIM ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ മെഷീൻ സ്ഥാപിക്കുന്നത്. ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. അതായത് വളരെ സ്മൂത്ത് ആയിട്ടുള്ള കാർഗോ മൂവ്മെൻറ്റ്സ്, അതായത് ഈ ഇപ്പോൾ നമ്മൾ കണ്ടെയ്നർ ടെർമിനലിൻ്റെ ഉള്ളിൽ ഈ കാർഗോ എക്സാക്ട്ലി ആ സെക്ഷനിൽ കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ സാധിക്കും. അതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതിന് ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് ഈ മെഷീൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ചൈനയിൽ നിന്നൊരു വാർത്തയാണ്. ഷീ ജിൻപിങ്ങിൻ്റെ ഇന്നർ സർക്കിളിൽ, പ്രത്യേകിച്ചും PLA പീപ്പിൾ ലിബറേഷൻ ആർമി എന്ന് പറഞ്ഞ ചൈനീസ് ആർമിയുടെ ഉള്ളിൽ ഷീ ജിൻപിങ്ങുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ആ ഒരു സർക്കിളിൽ ഒരു ചരിത്രപരമായ നീക്കം എന്ന് വിശേഷിപ്പിക്കുന്ന തരത്തിൽ ചൈന അവരുടെ മിലിറ്ററിക്കുള്ളിൽ ഒരു അഴിച്ചുപണി നടത്താൻ വേണ്ടിയിട്ട് തയ്യാറാകുകയാണ്. കാരണം കഴിഞ്ഞ വർഷം ഷീ ജിൻപിങ്ങിനെതിരെ പല രീതിയിലുള്ള ആരോപണങ്ങളും ഷീ ജിൻപിങ്ങിൻ്റെ ഭരണത്തിനെ തന്നെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങളും ഈ PLA ആർമിക്കുള്ളിൽ നിന്നും പലരും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ തുടർന്ന് കൃത്യമായിട്ട് ചില ആൾക്കാരെ അവിടെ നിന്ന് മാറ്റേണ്ടതിൻ്റെ ഒരു അനിവാര്യത ഷീ ജിൻപിങ്ങിന് ഇപ്പം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു മിലിറ്ററി ഷഫ്ലിംഗ് ചൈനയ്ക്കുള്ളിൽ നടക്കുന്നു എന്നുള്ളൊരു വാർത്തയും കൂടി വരുന്നുണ്ട്. ഇന്ത്യക്ക് മേളിൽ ചുമത്തിയിരിക്കുന്ന അധിക തീരുവ, റഷ്യയുടെ പേരും പറഞ്ഞുകൊണ്ട് ചുമത്തിയിരിക്കുന്ന ഈ പുനറ്റീവ് താരിഫ് വൈകാതെ തന്നെ എടുത്ത് മാറ്റും. അത് ഇന്ത്യക്ക് ഒരു ഗിഫ്റ്റ് എന്നുള്ള നിലയിൽ വളരെ ഹാപ്പി ന്യൂസായിട്ട് ട്രംപ് അറിയിക്കുമെന്നാണ് പൊതുവിൽ വാർത്തകൾ വരുന്നത്. ഇതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് നമുക്കറിയില്ല, പക്ഷേ ഇങ്ങനെ ഒരു വാർത്ത വരുന്നുണ്ട്. ചൈനീസ് കാറുകൾ, ചൈനീസ് ഇലക്ട്രിക് കാറുകളായിക്കോട്ടെ, ചൈനീസ് വാഹനങ്ങൾ ഇന്ത്യക്കുള്ളിൽ ഇറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചെറിയ ആശങ്ക വേറെ ഒന്നുമില്ല. ഇസ്രായേൽ, യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ ചൈനീസ് വാഹനങ്ങൾ ഇറക്കുമതി തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇസ്രായേൽ തന്നെ ഒരു 700 വാഹനങ്ങൾ കഴിഞ്ഞൊരു 2 മാസത്തിന് മുമ്പ് ചൈനീസ് വാഹനങ്ങൾ സീസ് ചെയ്ത് അതിനെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. ആർമി ഓഫീസേഴ്സ് എല്ലാം ഉപയോഗിച്ചിരുന്ന വാഹനങ്ങളെല്ലാം തന്നെ അവർ നീക്കം ചെയ്തിട്ടുണ്ട്. ഇതിനെ തുടർന്ന് യൂറോപ്പും ഇതേ നടപടിക്രമങ്ങൾ സ്വീകരിച്ചതായിട്ടാണ് പൊതുവിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ സാഹചര്യത്തിൽ ഇന്ത്യക്കുള്ളിൽ ചൈനീസ് വാഹനങ്ങൾ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഇന്ത്യക്കുള്ളിൽ സ്പൈ വർക്ക് നടത്താൻ വേണ്ടിയിട്ട് ചൈനീസ് വാഹനങ്ങളെ ചൈന ഉപയോഗിക്കില്ലേ എന്നുള്ളൊരു ചോദ്യം, വളരെ വിലപ്പെട്ടൊരു ചോദ്യമാണ്, അത് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്കുള്ളിൽ ചൈനീസ് വാഹനങ്ങളെ ഇറക്കി വിടണോ വേണ്ടയോ എന്നുള്ള വിഷയത്തിൽ ഒരു നിർണായക തീരുമാനമെടുക്കേണ്ട സാഹചര്യത്തിലേക്ക് ഇന്ത്യ ഇന്ന് എത്തിപ്പെട്ടിരിക്കുകയാണ്. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് ഫൈനൽ ഡിസിഷൻ വന്നിട്ടില്ല. പക്ഷേ വേറൊരു വിഷയം ഇവിടെ നടക്കുന്നുണ്ട്. അതായത് യൂറോപ്യൻ വാഹനങ്ങൾ ഇന്ത്യക്കുള്ളിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് 100% മേളിൽ ഡ്യൂട്ടി പേ ചെയ്യേണ്ടിയിരുന്ന സാഹചര്യത്തിൽ അതിനെ വെട്ടിച്ചുരുക്കിക്കൊണ്ട് യൂറോപ്യൻ വാഹനങ്ങൾ ഇന്ത്യക്കുള്ളിൽ ഇറക്കാൻ വേണ്ടിയിട്ട് 40% ചുരുക്കിയിരിക്കുകയാണ് അതിൻ്റെ ഡ്യൂട്ടി. അപ്പോൾ അതായത് 100% ഡ്യൂട്ടി 40% വെട്ടിക്കുറച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സംഭവിക്കുന്നത് ഇതേ ഫെസിലിറ്റി നമ്മൾ ചൈനയ്ക്കും കൂടെ കൊടുക്കുമോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചൈനീസ് വാഹനങ്ങൾ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കുള്ളിൽ വരില്ലേ? അങ്ങനെ ഒരു ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്. പക്ഷെ നിലവിൽ യൂറോപ്യൻ വാഹനങ്ങൾ ഇന്ത്യക്കുള്ളിൽ ഇറക്കുമതി ചെയ്യണം എന്നുണ്ടെങ്കിൽ 100%-ലധികം കസ്റ്റംസ് ഡ്യൂട്ടി പേ ചെയ്ത് മാത്രം നടത്തിക്കൊണ്ടിരുന്ന ഒരു പ്രവൃത്തി, ആ ഒരു കസ്റ്റംസ് ഡ്യൂട്ടി 40% വെട്ടിക്കുറയ്ക്കുമ്പോൾ ശരിക്കും ഇന്ത്യക്കുള്ളിൽ നല്ല രീതിയിൽ യൂറോപ്യൻ വാഹനങ്ങൾ വിറ്റുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതാണല്ലോ പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ ഇങ്ങനൊരു തീരുമാനം ഇന്ത്യയും യൂറോപ്പും തമ്മിൽ വരുന്നുണ്ട്. ഇന്ത്യക്കുള്ളിലുള്ള ലോക്കൽ മാനുഫാക്ചറേഴ്സിനെ ഇത് എങ്ങനെ അഫക്റ്റ് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ചുള്ള പഠനം ഇതുവരെ സംഭവിച്ചിട്ടില്ല. പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളും ഇന്ത്യക്കുള്ളിലുള്ള കമ്പനികളും പുറത്ത് പറഞ്ഞിട്ടില്ല ഇതുവരെ. അപ്പോൾ എന്തായാലും യൂറോപ്പിന് നമ്മൾ വാഹന വിപണിയിൽ ഒരു ചെറിയ ഇളവ് കൊടുക്കുകയാണ്. അത് തീർച്ചയായിട്ടും ഈ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഇങ്ങനൊരു തീരുമാനമെടുക്കാൻ ഗവൺമെൻറ് നിർബന്ധിതരായത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ ചൈനീസ് വാഹനങ്ങളുടെ വിഷയത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. പാകിസ്ഥാനി ജെയ്ഷെ മുഹമ്മദ് കമാൻഡർ ഖത്വയിൽ വെച്ചിട്ട് എലിമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. JNK, ജമ്മു ആൻഡ് കശ്മീർ, ഇന്ത്യൻ ജമ്മു ആൻഡ് കശ്മീരിലാണ് ഈ വ്യക്തിയെ കണ്ടെത്തി കൃത്യമായിട്ട് എലിമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ജനുവരി 26 റിപ്പബ്ലിക് ഡേ സെലിബ്രേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ സെക്യൂരിറ്റി മെഷേഴ്സിന്റെ ഭാഗമായിട്ട് ബോർഡർ സെക്യൂരിറ്റി മെഷേഴ്സ് ഉറപ്പുവരുത്തിയതിനെ തുടർന്ന് ഈ സെർച്ച് നല്ല രീതിയിൽ നമ്മൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട ഓപ്പറേഷൻ നടത്തിയ സമയത്താണ് ഇയാളെ കണ്ടെത്തിയതും കൃത്യമായിട്ട് എലിമിനേറ്റ് ചെയ്തതും. ഇത് പ്രത്യേകിച്ച് നമ്മൾ ബംഗ്ലാദേശിൻ്റെ ബോർഡറിലും അതുപോലെ JNK പാകിസ്ഥാൻ ബോർഡറിലും അതേപോലെ ലേ ലഡാക്ക് ഭാഗങ്ങളിലെല്ലാം തന്നെ നമ്മൾ സെക്യൂരിറ്റി ഉറപ്പുവരുത്തിയിട്ടുണ്ടായിരുന്നു. 100% നമ്മൾ ഒരു ഫോൾട്ടും ഇല്ലാത്ത രീതിയിൽ പഴുതടച്ചുള്ള സെക്യൂരിറ്റി നമ്മൾ ഉറപ്പുവരുത്തിയിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് നമ്മൾ കശ്മീർ മേഖലയിൽ കഴിഞ്ഞ 7 ദിവസം കൊണ്ടേ നമ്മൾ ഈ ജെയ്ഷെ മുഹമ്മദുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുടെ തെരച്ചിൽ നമ്മൾ നടത്തുന്നുണ്ട്. JNK പോലീസ്, CRPF അതേപോലെ BSF 3 പേരും കൂടി ചേർന്നിട്ടാണ് അവിടെ തെരച്ചിൽ നടത്തിയത്. അപ്പോൾ എന്തായാലും
കുറേ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.